ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന കുറഞ്ഞ ചേരുവകൾ മാത്രം ആവശ്യമായിട്ടുള്ള റുമാലി റൊട്ടിയും അതിൻ്റെ കൂട്ടത്തിൽ നല്ല സ്പൈസി ആയിട്ടൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കോമ്പിനേഷൻ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് റുമാലി റൊട്ടിക്ക് ആവശ്യമായിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. 2 കപ്പ് മുഴുവനായിട്ട് മൈദ ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും ഉപ്പും എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ചേർത്തതിന് ശേഷം സാധാരണ നമ്മളൊരു മാവ് കുഴച്ചെടുക്കുമ്പോൾ കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ കുഴച്ച് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്, ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യാറ്. പകരം ഞാൻ ഈ ചെയ്യുന്നത് പോലെ റുമാലി റൊട്ടി ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ മാത്രമേ റൊട്ടി നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കയ്യിൽ വെച്ചാൽ ഒട്ടുന്ന പാകത്തിലുള്ള ഒരു മാവാക്കിയിട്ട് വേണം ഇതിനെ തയ്യാറാക്കിയെടുക്കാൻ. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ മുഴുവനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ഒന്ന് വലിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ കൈവച്ച് ഒന്ന് പൊടിച്ചെടുക്കുന്ന രീതിയിൽ ചെയ്തു. ഇനി നമ്മളൊന്ന് കയ്യിൽ വെച്ച് വലിച്ചെടുത്ത് കുഴച്ചെടുത്താൽ മതിയാകും. ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ബൗളിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തടവി നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു മാവിനെ നമ്മൾ ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 2 മണിക്കൂർ തുടങ്ങി 4 മണിക്കൂർ വരെ വെക്കാവുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ, എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി അത്യാവശ്യം വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളത്, കുരുമുളക് ഒന്ന് കുത്തി ചതച്ചെടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് സോയാ സോസാണ് വേണ്ടത്. അതൊരു ടീസ്പൂൺ. ഞാൻ ലൈറ്റ് സോയാ സോസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം മൈദ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 1 ടീസ്പൂൺ അളവിൽ എണ്ണ, ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂട്ടത്തിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത് ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസായിട്ടുള്ള ഒരു ക്യാപ്സിക്കം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് പച്ചമുളക് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഒരു വൈറ്റ് പോർഷനും അതുപോലെ ഗ്രീൻ പാർട്ടും രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മുറിച്ചെടുക്കാം. നമുക്ക് ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ വെളുത്തുള്ളിയാണ്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 3-4 ഉപയോഗിക്കാം. ചെറുതാണെങ്കിൽ ഒരു 10 വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കില്ലേ, അതുപോലെയാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി, ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചിയും നമുക്കിതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തതിന് ശേഷം വീണ്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വീണ്ടും ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. പിന്നെ നമുക്ക് സവാളയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മുറിച്ച് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അടർത്തി ഓരോ അല്ലിയായിട്ട് ഇതുപോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്ന രീതി കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ മുഴുവൻ വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ എപ്പോഴും നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം മാത്രം ചിക്കൻ ഓരോ പീസസായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ചെറുതായിട്ട് കളർ മാറി ഒരു ഗോൾഡൻ കളറായി ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിനകത്തോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. നല്ല രീതിയിൽ നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലുള്ള സോസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലോട്ട് 2 ടീസ്പൂൺ മുഴുവനായിട്ട് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം.
അതുപോലെ 2 ടീസ്പൂൺ മുഴുവനായിട്ട് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എല്ലാ സോസും ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് സോയാ സോസ്, ഞാൻ ലൈറ്റ് സോയാ സോസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3 ടീസ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുഴുവനായിട്ട് വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് കോൺഫ്ലോറും ചേർക്കാം. ഇനി 1 കപ്പ് 240 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സോസിൻ്റെ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ്, ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഫ്ലെയിം ഓൺ ചെയ്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതും കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. വളരെ കുറഞ്ഞ സെക്കൻഡ് മാത്രം നല്ല തീയിലിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെയാണ് നമ്മൾ മുഴുവൻ റെസിപ്പിയും ചെയ്യുന്നത്. ചില്ലി ചിക്കൻ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലെയിം കൂട്ടി വെക്കാൻ തന്നെ ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ചെറുതായി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. അതായത് ഒരു കൊഴുപ്പ് പോലെ നല്ല ചെറിയൊരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഇത്തിരി ഫുഡ് കളർ ഉപയോഗിക്കാവുന്നതാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഇത്തിരി ഫുഡ് കളർ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഹൈ ഫ്ലെയിമിലിട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് സ്പ്രിംഗ് ഒനിയൻ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. റൊട്ടിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് പൊടി മൈദ വിതറി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് വെച്ച് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇനി വീണ്ടും നമ്മൾ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കി തയ്യാറാക്കിയെടുക്കാം. അത്യാവശ്യം കുറച്ച് വലിയ സൈസിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം. സ്ട്രീറ്റ് ഫുഡായിട്ടൊക്കെ ഇത് തയ്യാറാക്കിയെടുക്കുമ്പോൾ വലിയ സൈസിലാണ് ഇത് സാധാരണ ചുട്ടെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ബോളായിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പൊടി വിതറിയിട്ട് ഓരോ ബോളായി ഇതിനകത്ത് വെച്ച് മൈദയിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം പരത്തിയെടുക്കാവുന്നതാണ്. കൈവച്ച് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തിക്കോല് വെച്ച് പരത്തിയെടുത്താൽ മതിയാകും. നല്ല കനം കുറഞ്ഞിട്ട് വേണം പരത്തിയെടുക്കാൻ. ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഈ റൊട്ടിയുടെ സൈഡ് ഭാഗം മാത്രം ഏറ്റവും കനം കുറഞ്ഞിട്ട് ഒന്നുകൂടി പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് കയ്യിൽ വെച്ച് ഒന്നുകൂടി തട്ടിയെടുത്ത് ഇതിനെ ഒന്നും കൂടി കനം കുറഞ്ഞ ഷീറ്റാക്കിയിട്ടാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും സൈഡിലുള്ള ഭാഗം ആ ഒരു ടൈമിൽ നമുക്ക് കനം കുറഞ്ഞ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ചപ്പാത്തി കോല് കൊണ്ട് തന്നെ പരത്തി നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല കനം കുറഞ്ഞ് പരത്തിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് 2 സൈഡിലോട്ടും ഇതുപോലെ തട്ടിയിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഷീറ്റ് നന്നായിട്ട് കനം കുറഞ്ഞ് നല്ല ട്രാൻസ്പാരൻറ്റ് പോലെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പരത്തിയെടുത്ത ഷീറ്റിനെ കൈ വെച്ച് ഇതുപോലൊന്ന് വലിച്ചു കൊടുത്താൽ മതി. കണ്ടോ, 2 കൈയും ഇങ്ങനെ വെച്ച് ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു ഷീറ്റ് ഏറ്റവും കനം കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ആദ്യമായിട്ടൊക്കെ ചെയ്തെടുക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. റൊട്ടി ചുട്ടെടുക്കുന്നതിനായിട്ട് ഇതുപോലുള്ള ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ കമിഴ്ത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചതിന് ശേഷം ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കാം. ഇത് കറക്റ്റ് ലെവൽ ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടി 2 സൈഡിലും മണ്ണിൻ്റെ എങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് തവ നന്നായിട്ട് നമ്മുടെ ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രം നന്നായി ചൂടാക്കിയെടുക്കണം. ചൂടായി വന്ന ഒരു പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഉപ്പ് വെള്ളം, കുറച്ച് വെള്ളത്തിനകത്ത് ഉപ്പ് മിക്സ് ചെയ്തിട്ട് അതാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൊട്ടി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകിൽ ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ വെച്ച് ഇതുപോലെ പതുക്കെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ല ബബിൾസ് പോലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കൊണ്ട് തന്നെ പതുക്കെ എടുത്ത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, ഇത് തിരിച്ചിടുന്നത്. അപ്പോൾ എനിക്ക് ആ ക്യാമറ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ സെക്കൻഡ് മാത്രം കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ തന്നെ തിരിച്ചിടണം, അതല്ലെങ്കിൽ ഇത് ഹാർഡായി പോകും. എന്നിട്ട് 4 സൈഡിൽ നിന്നും ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് മടക്കിയെടുത്തിട്ട് വീണ്ടും ഒന്ന് തവി വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വീണ്ടും തിരിച്ച്
കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി സമയം ഇത് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡാവും. കുറഞ്ഞ സെക്കൻഡ് മാത്രം തിരിച്ചും മറിച്ചിട്ട് റുമാലി റൊട്ടി കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ നമുക്ക് തയ്യാറായി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ റുമാലി റൊട്ടിയും അതിൻ്റെ കൂട്ടത്തിലുള്ള ചില്ലി ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. ഹോട്ടലിലൊക്കെ വളരെയധികം പോപ്പുലറായിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.